നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊല്ലത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ എന്ന് പറയുമ്പോൾ കൊല്ലംകാരനായിട്ടുള്ള നിബിൻ മാക്സ്വെൽ എന്ന വ്യക്തി, അദ്ദേഹം ഉപജീവനാർത്ഥം മറ്റൊരു രാജ്യമായ ഇസ്രയേലിലേക്ക് പോയതാണ്. അവിടെ കൃഷിപ്പണിക്ക് വേണ്ടിയിട്ടാണ് പോയത്. അവിടെ ലെബനൻ അതിർത്തിയിൽ അദ്ദേഹം തൊഴിലെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇസ്രയേലും ഗാസയിലുള്ള ഹമാസ് തീവ്രവാദികളും തമ്മിൽ കുറേ കാലമായിട്ട് യുദ്ധത്തിലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ഹമാസിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ലെബനിലുള്ള ഹിസ്ബുള്ള എന്ന തീവ്രവാദി ഗ്രൂപ്പ് കൂടെ ഇത് രണ്ടും ഇസ്ലാം തീവ്രവാദി ഗ്രൂപ്പുകളാണ് എന്ന് നമുക്കറിയാമല്ലോ. അവർ തൊടുത്തുവിട്ട മിസൈലേറ്റാണ് ഈ ഇന്ത്യക്കാരനായിട്ടുള്ള ഈ നിബിൻ മാക്സ്വെൽ കൊല്ലപ്പെട്ടത്. ഒന്ന് ഓർക്കുക, അയാളുടെ ഇടവകപ്പള്ളിയിൽ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങളിൽ നിങ്ങൾ നോക്കിക്കോളൂ. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു മന്ത്രി പോലുമില്ല, അതിൽ പങ്കെടുത്തിട്ടില്ല. ഈ മൃതദേഹം ഏറ്റുവാങ്ങിയത് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനാണ്. അദ്ദേഹം രാജ്യത്തിൻ്റെ മന്ത്രിയാണ്, അതിലുപരി BJP നേതാവ് കൂടിയാണ്. എന്നാൽ ഈ മൃതദേഹം തിരുവനന്തപുരത്തും എയർപോർട്ടിൽ വന്നപ്പോൾ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആരും ഇത് ഏറ്റുവാങ്ങാൻ പോവുകയുണ്ടായില്ല. മറ്റൊരവസരത്തിലായിരുന്നു എങ്കിൽ ഒരു ഇന്ത്യൻ പട്ടാളക്കാരന് കിട്ടുന്ന ആ ഒരു വികാര വായ്പോട് കൂടി തന്നെ ഈ നിബിനെയും കേരളം സ്വീകരിക്കേണ്ടതായിരുന്നു അദ്ദേഹത്തിൻ്റെ മൃതദേഹം. അതിന് ഉചിതമായിട്ടുള്ള രീതിയിൽ വിടവാങ്ങലും നൽകിയേനെ. കാരണം ഇന്ത്യയുടെ ഒരു പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം മറ്റൊരു രാജ്യത്ത് പോയി അദ്ദേഹം തൊഴിലെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് കൊല്ലപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള യാതൊരു 1% പോലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള തെറ്റോ കുറ്റമോ ഇല്ല. മറ്റ് 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം, അതിനിടയിൽ ഒരു ഇന്ത്യക്കാരൻ പെട്ടുപോയതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ അവരെ കാണേണ്ടതാണ്. അങ്ങനെ ആരെങ്കിലുമൊക്കെ കൊല്ലപ്പെടുന്നുണ്ട്, കാണുന്നുമുണ്ട്. എന്നാൽ ചില പ്രത്യേക കേസുകളിൽ മാത്രം നമ്മൾ ആ രീതിയല്ല ഇവിടെ കാണുന്നത്. അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനം ഇങ്ങനെ കാണിക്കും എന്ന് തോന്നുന്നില്ല. കേരളത്തിൽ ചില കാര്യങ്ങളൊക്കെയാണ് ഇത് ഇങ്ങനെയൊക്കെ തീരുമാനം എടുക്കാൻ ഇവിടെയുള്ള ഇടത് വലത് നേതാക്കളെയും മന്ത്രിമാരെയൊക്കെ പ്രേരിപ്പിക്കുന്നത്. ഉദാഹരണത്തിന്, ഇസ്രായേലിൻ്റെ ഒരു മിസൈൽ ആക്രമണത്തിലാൽ കൊല്ലപ്പെടുന്നത് കേരളത്തിലുള്ള ഒരു മുസ്ലിം നാമധാരി ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ ചടങ്ങുകൾ കാണുന്നില്ലേ? അവിടെ ആ സാധാരണ ആളുകൾക്ക് പകരം അനവധി രാഷ്ട്രീയ നേതാക്കളെയും കാണാൻ പറ്റുമായിരുന്നു. ഒരുപക്ഷെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ അവിടെ പോയേനെ. കുറച്ചുകൂടി ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു എന്ന് കരുതുക. അവിടെ ജാതിയ മതം ഒന്നും പ്രശ്നമല്ല. ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരൻ, അത് ആവണമെന്നേ ഉള്ളൂ, ആ ആളുടെ ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ട ദൃശ്യമല്ല കാണുന്നത്. ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ പ്രതികരിച്ച് ഏതെങ്കിലും മന്ത്രിമാരോ അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥരോ വിമാനത്താവളത്തിൽ പോവും, ബോഡി ഏറ്റി വാങ്ങും. ആ സംസ്കാര കർമ്മത്തിലൊക്കെ ആരെങ്കിലുമൊക്കെ പങ്കെടുക്കും, മന്ത്രിമാരായിട്ടോ മന്ത്രിസഭയെ പ്രതികരിച്ചുകൊണ്ടോ ഒക്കെ. ഇവിടെ നോക്കുക, നമുക്ക് നോക്കിയാൽ അറിയാം, ആ പഞ്ചായത്തിലെ അല്ലെങ്കിൽ ആ വില്ലേജിലെ പോലും അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കളില്ല. കൊല്ലപ്പെട്ട ആൾ ഒരു കമ്മ്യൂണിസ്റ്റാണ്, CPM-കാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ തന്നെ അദ്ദേഹം ഉറപ്പാണ് LDF എന്ന് എഴുതി വെച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ തെറ്റുകൊണ്ടല്ല, രാജ്യം ചെയ്ത തെറ്റുകൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തൊഴിലെടുക്കാൻ വേണ്ടി ഇസ്രായേലിൽ പോയതാണ്. അവിടെ ലെബനൻ അതിർത്തിയോട് ചേർന്ന് അദ്ദേഹം തൊഴിലെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഹിസ്ബുള്ളയുടെ മിസൈൽ കൊണ്ട് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ ഇവിടെ വന്നാൽ ഈ ഹിസ്ബുള്ളയെയും ഹമാസിനെയൊക്കെ ഹീറോ ആക്കി, അല്ലെങ്കിൽ അവരെന്ത് ചെയ്താലും അവർ ചെയ്യുന്നത് ശരിയാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഇവർ അത് വിശ്വസിച്ചിരിക്കുന്ന ഒരു കൂട്ടരുമുണ്ട്. അവർക്ക് നോവും. ലിബിൻ്റെ ഈ ശവസംസ്കാര ചടങ്ങിൽ രാഷ്ട്രീയക്കാർ പങ്കെടുക്കാൻ ചെന്നാൽ അത്തരക്കാർക്ക് നോവും. അവരെ നോവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പോവാത്തത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവരെ നോവിക്കാതിരിക്കാൻ വേണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൃതദേഹത്തിനോട് പോലും അനാദരവ് കാണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെയുള്ള രാഷ്ട്രീയ നേതൃത്വം, BJP നമുക്ക് ആ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല. കാരണം അവർ സൗമ്യ സന്തോഷിൻ്റെ മൃതദേഹം കൊണ്ടുവന്നപ്പോഴും അവർ പോയിരുന്നു, ഇതും പോയിരുന്നു. ഇനിയിപ്പോൾ ഏതവസരത്തിലാണെങ്കിലും അവർ ഇതുപോലുള്ള വോട്ട് ബാങ്കുകളെന്നും ഭയപ്പെടുന്ന കൂട്ടരല്ല. അവർക്ക് ശരിയെന്ന് തോന്നുന്നു അവർ ചെയ്യും. ഇവിടെ മലയാളികൾ അവരെ വർഗീയവാദികളാ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാലും അവർക്ക് ഇതുപോലുള്ള ആളുകളെ ഒന്നും അവർ ഭയപ്പെടാനോ ഇവരുടെ വോട്ടില്ലെങ്കിൽ പോയി പണം നോക്കുന്ന ആ ചിന്തയോടുകൂടി തന്നെ അവരവരുടെ കാര്യമായിട്ട് മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർ പറയുന്നതൊന്നും അവർ വകവയ്ക്കില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം,
ഒരു മനുഷ്യജീവൻ മറ്റൊരു നാട്ടിൽ വെച്ച്, രാജ്യത്ത് വെച്ച് കൊല്ലപ്പെടുന്നു. പക്ഷെ കൊന്നത് ഇവിടെയൊക്കെ ഹീറോകളായിട്ട് കണക്കാക്കുന്ന ഹമാസും ഹിസ്ബുള്ളയൊക്കെയാണ്. അതുമാത്രമാണ് പ്രശ്നം. മറിച്ച് ഇസ്രായേലിൻ്റെ കൈകൊണ്ടാണ് കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ ഈ ചിത്രം തന്നെ തിരിയുമായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ഈ ഇസ്രായേലിനെ സമ്മതിച്ചേ മതിയാവും. കാരണം അവരുടെ പ്രതിനിധി ഇവിടെ വന്നിട്ടുണ്ട് ഈ മൃതദേഹത്തിൻ്റെ ഒപ്പം തന്നെ. എല്ലാ രീതിയിലുള്ള ഉപചാരവും അവരെ കൊണ്ട് പറ്റുന്ന ഒരു രാജ്യം ചെയ്യാവുന്നതിൻ്റെ അപ്പുറം. ഒരുപക്ഷെ ഇവിടെ നമ്മുടെ രാജ്യത്ത് വെച്ച് മറ്റൊരു രാജ്യക്കാരൻ കൊല്ലപ്പെട്ടാൽ നമ്മൾ ആ ബോഡി ഇവിടുന്ന് കയറ്റി വയ്ക്കുന്നതോടുകൂടി നമ്മുടെ പണി ഒരുപക്ഷെ തീരും. അത് പിന്നീട് അത് സ്വീകരിക്കാതിരിക്കുകയോ ആ രാജ്യക്കാരൻ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഇവിടെ നോക്കുക, ഇസ്രായേലിൽ നിന്ന് അവരുടെ പ്രതിനിധി ഈ മൃതദേഹത്തിൻ്റെ കൂടെ അകമ്പടി സേവിച്ച് ഇവിടെ വരുന്നു. ആ വീട്ടുകാരെയും കാണുന്നു, അവരെ ആശ്വസിപ്പിച്ച് ഈ ചടങ്ങിലെല്ലാം പങ്കെടുത്തതിന് ശേഷം മാത്രമേ തിരിച്ചു പോകത്തുള്ളൂ. നമ്മൾ സൗമ്യ സന്തോഷിൻ്റെ കാര്യത്തിൽ ഇത് കണ്ടതാണ്. ഈ നാട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്ന് എന്ന് മനസ്സിലാവുന്നില്ല. മറ്റൊരു രാജ്യമായിട്ടുള്ള ഇസ്രായേൽ കാണിക്കുന്ന അത്രയും ഒരു ആദരവ് പോലും മൃതദേഹത്തിനോട് അവർക്ക് വേണമെങ്കിൽ അവിടുന്ന് ഈ മൃതദേഹം പാക്ക് ചെയ്തിട്ട് അവർക്ക് അവരുടെ കാര്യം നോക്കി പോകാമായിരുന്നു. അവരതല്ല ചെയ്തത്. അവർ ആ മൃതദേഹത്തിൻ്റെ കൂടെ വന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് ആണ് പോയത്. ഇത് രണ്ടാമത്തെ കാഴ്ചയാണ് നമ്മളിങ്ങനെ കാണുന്നത്. മറ്റൊരു രാജ്യമോ ഇങ്ങനെ ചെയ്യും എന്ന് തോന്നുന്നില്ല. പക്ഷേ എന്നിട്ട് പോലും നമ്മുടെ സംസ്ഥാന സർക്കാർ ആ മൃതദേഹത്തോട് അനാദരവാണ് കാണിക്കുന്നത്. ഒരു MLA എങ്കിലും പറഞ്ഞുവിടായിരുന്നു. ഒരു MLA എങ്കിലും അവരുടെ സഖ്യകക്ഷിയിലുള്ള ഏതെങ്കിലും, അവർക്ക് പോകാൻ ഇനി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട, അവരുടെ സഖ്യകക്ഷിയിലുള്ള ഏതെങ്കിലും MLA എങ്കിലും പറഞ്ഞുവിടായിരുന്നു. കേരള കോൺഗ്രസിൻ്റെ MLA പറഞ്ഞുവിടാമായിരുന്നു. ഈ കേരള കോൺഗ്രസ് ക്രിസ്ത്യാനികളുടെ പാർട്ടി എന്നാണല്ലോ പൊതുവെ അറിയപ്പെടുന്നത്. കൊല്ലപ്പെട്ടതാണെങ്കിൽ ഒരു ക്രിസ്ത്യാനിയും അങ്ങനെയെങ്കിലും പറഞ്ഞുവിടാം. ബന്ധുവാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. രാഷ്ട്രീയത്തിൻ്റെ ഇത് വെച്ചുകൊണ്ട് വന്നതല്ല, ആ കൊല്ലപ്പെട്ട ആൾ എൻ്റെ ബന്ധുവാണ്, അതുകൊണ്ട് ഞാൻ കാണാൻ വന്നതാണ് എന്ന് എങ്കിലും പറഞ്ഞ് ഈ സുഡാപ്പികളുടെ വോട്ട് ബാങ്ക് പേടിച്ച് അങ്ങനെയെങ്കിലും പറയാമായിരുന്നു. ഒന്നും ചെയ്തില്ല. ഇവരെന്തിനാണ് ഈ മനുഷ്യനാവണം എന്നൊക്കെ പാടുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇവർ ഈ പാട്ട് പാടേണ്ടത്? മനുഷ്യത്വം, മനുഷ്യനാവണം എന്നൊക്കെ. കൊല്ലപ്പെട്ടതൊരു ഇന്ത്യക്കാരനാണ്, അതിലുപരി ഒരു മലയാളിയാണ്. അന്യനാട്ടിൽ വെച്ചാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കൊന്നത് തീവ്രവാദികളാണ്, മുസ്ലിം തീവ്രവാദികളാണ്. അത് പറയാൻ മടിക്കേണ്ട കാര്യമില്ല. ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ അങ്ങനെ തന്നെയാണ്. അവർ കൊന്നുകൊണ്ട് അവരെ ഹീറോ ആക്കി വെച്ചിരിക്കുന്ന ഒരു കൂട്ടറുടെ വോട്ട് കിട്ടില്ല എന്ന പേര് കൊണ്ട് മാത്രമാണ് ജനപ്രതിനിധികൾ, ഇടതിൻ്റെയും വലതിൻ്റെയും ജനപ്രതിനിധികൾ ഇതിന് പോവാത്തത്. ഇതൊക്കെ ജനങ്ങൾ കണ്ണു തുറന്ന് കാണണം. ഇന്ന് നിബിനാണെങ്കിൽ നാളെ നിങ്ങളായിരിക്കും ഇതനുഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ചെങ്കൊടി പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ ത്രിവർണ്ണ പതാക പിടിച്ചിരുന്നു, കോൺഗ്രസിൻ്റെ പതാക പിടിച്ചവനാണ് ഞാൻ. ഇതുപോലെ അവസരത്തിൽ എനിക്കെന്തെങ്കിലും പറ്റിയാൽ എൻ്റെ പ്രസ്ഥാനം എൻ്റെ കൂടെ നിൽക്കുമെന്നൊന്നും വിശ്വസിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതേപോലെ വിശ്വസിച്ചവനാണ് കിടക്കുന്നത്. അവൻ്റെ വീട്ടുകാരും അവൻ്റെ നാട്ടുകാരും അവൻ്റെ കൂട്ടുകാരും മാത്രമേ ഉള്ളൂ. അവൻ വിശ്വസിച്ചിരുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് ആരുമില്ല. ഇതൊക്കെ ഒരു പാഠമാവണം. എന്തായാലും ആ ചടങ്ങുകൾ അതിൻ്റെ എല്ലാ രീതികളോടും കൂടി കഴിഞ്ഞു. നഷ്ടപ്പെട്ടത് ഒരു ഭാരതീയനാണ്, ഒരു മലയാളിയാണ്, ഒരു കുടുംബത്തിനാണ് വലിയ നഷ്ടമുണ്ടായിരിക്കുന്നത്. അത് കുറേ പണം കിട്ടിയതുകൊണ്ടോ നഷ്ടപരിഹാരം കിട്ടിയതുകൊണ്ടോ അത് പരിഹരിക്കാൻ പറ്റുന്ന ഒന്നല്ല. തീർച്ചയായിട്ടും എല്ലാ യുദ്ധങ്ങളും നിർത്തേണ്ടത് തന്നെയാണ്. എല്ലാ യുദ്ധങ്ങളും എന്ന് പറയുമ്പോൾ പലർക്കും അറിയാവുന്നത് ഇസ്രായേലും പലസ്തീനിലെ ഹമാസും തമ്മിലുള്ള യുദ്ധം. അത് മാത്രമല്ല ലോകത്ത് നടക്കുന്നത്. 4 യുദ്ധങ്ങൾ ഒരേ സമയം നടക്കുന്നുണ്ട്. റഷ്യയും ഉക്രൈനും യുദ്ധത്തിലാണ്, തുർക്കിയും അസർബൈജാനും യുദ്ധത്തിലാണ്. അതുപോലെ തന്നെ സൗദി സഖ്യസേനയും യമനിലെ ഹൂതികളും തമ്മിൽ യുദ്ധത്തിലാണ്. പിന്നീടാണ് ഈ ഇസ്രയേൽ ഹമാസ് യുദ്ധം. അങ്ങനെ 4 യുദ്ധങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. ഈ 4 യുദ്ധങ്ങളും മനുഷ്യരാശിക്ക് തന്നെ ദോഷമാണ്. അത് നിർത്തണം. മനുഷ്യൻ്റെ ജീവൻ അമൂല്യമാണ്. അത് ഏത് മനുഷ്യൻ്റെ ആണെങ്കിലും. അവിടേക്കാണ് നമ്മൾ ശരിക്കും മനുഷ്യത്വം കാണിക്കേണ്ടത്. അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ മനുഷ്യനാവണം എന്ന പാട്ടിലല്ല കാര്യമിരിക്കുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.